കുറെ നേരമായിട്ട് സഹിക്കുന്നു. തമാശ തമാശ തമാശ. ചിരിയൊന്നുമല്ല, ഒത്തിരി ഓവറായിക്കാം. കൊറേ നേരമായിട്ട് ഞാൻ ഇക്കാനായിട്ട് വിഷമിപ്പിച്ചോണ്ടിരിക്കുക. എനിക്ക് തന്നെ വിഷമം തോന്നുന്നു. പാവം അവസാനം സോപ്പിടാനുള്ള മാക്സിമം സോപ്പിട്ടിട്ട് എന്താന്ന് കാര്യം മനസ്സിലാവുന്നില്ല പുള്ളിക്കാരന്. പാവം വിഷമിച്ചിരിക്കും. ഞാൻ കാര്യം പറയാൻ മതി. നമ്മളെല്ലാവരും കാത്തിരുന്ന പ്രാങ്ക് ഇക്ക മേടിച്ച അതേ ക്യാമറ ഇല്ലേ, ഗോപ്രോ, അത് ഞാൻ ഒരു ടോയ്സ് നമ്മളെ ഇവിടെ ഇരിക്കുന്ന ടോയ്സൊക്കെ ഉണ്ടല്ലോ, അതിൻ്റെ ഇടയിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇക്ക അവിടെ എഡിറ്റിംഗ് നമ്മളെ സിസ്റ്റത്തിൻ്റെ ഫ്രണ്ടിൽ തന്നെയാണ്. ഇതുവരെ ഞാൻ അങ്ങോട്ട് പോയിട്ടില്ല. പിന്നെ മുഖമൊക്കെ കാണിച്ചൊരു വിധം ഇങ്ങനെ സെറ്റായിട്ട് നിൽപ്പുണ്ട്. സംഭവം എന്താണെന്ന് വെച്ചാൽ ഇപ്പം നമ്മുടെ യൂട്യൂബ് ചാനലിന് വേണ്ടി 24 മണിക്കൂർ യൂട്യൂബിൻ്റെ സിസ്റ്റത്തിൻ്റെ ഫ്രണ്ടിലാണ്. അപ്പോൾ എന്നെ മൈൻഡ് ചെയ്യുന്നില്ല, കുഞ്ഞിനെ മൈൻഡ് ചെയ്യുന്നില്ല. അങ്ങനൊരു റീസണാണ് ഞാൻ കണ്ടെത്തിയിരിക്കുന്നത്. അങ്ങനെ വെച്ച് ഇക്കാനെ അവോയ്ഡ് ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുക. അപ്പോൾ ഇക്ക വരും, അപ്പം നമുക്ക് നോക്കാം. ഓക്കെ, മണിക്കൂർ ആ കമ്പ്യൂട്ടറിന്റെ ഫ്രണ്ടിൽ തന്നെ ഇരുന്നോളൂ കേട്ടോ. എന്നെയും കുഞ്ഞിനെയും ഒന്നും മൈൻഡ് ചെയ്യണ്ട. എന്തെങ്കിലും പറഞ്ഞായിരുന്ന? എന്തുകൂടി പറഞ്ഞേ? എന്തോ പറഞ്ഞേ? എന്തോ പ്രശ്നം? എന്തോ പ്രശ്നം? എന്തുവാ? വേണമെങ്കിൽ കമന്റ് റിപ്ലൈ കൊടുക്കട്ടെ. എന്ത് കുറെ പെൻഡിങ് കിടക്കുന്നുണ്ടല്ലോ. ഇക്ക സിസ്റ്റത്തിന്റെ ഫ്രണ്ടിൽ കയറി ഇരിക്കുമല്ലേ, ഇക്ക ഇരുന്ന് തന്നെ കൊടു. രാവിലെ കയറിയ എന്റെ ഫ്രണ്ടിലോട്ട്. ഇല്ല, ഒന്നും ഇടത്തില്ല. ഉച്ചക്കുള്ള ഫുഡ് വെച്ചാ? ഇല്ല, ഞാൻ കഴിച്ചില്ല. അതെന്താ? അതെന്തുകൊണ്ട് കഴിച്ചില്ല? എന്താ പ്രശ്നം? ഇതൊക്കെ ഇന്നലെ അവിടെ കൊണ്ടിട്ട ക്യാമറയുടെ സ്റ്റാൻഡ് ഒക്കെ എടുക്കുന്നത് കൊണ്ട് വെച്ചാരാ? തന്നെയായിരിക്കും. എന്തോ പ്രശ്നം? 27 മണിക്കൂർ എൻ്റെ ഫ്രണ്ട് ഇരിക്കുന്നുണ്ടല്ലേ, അതിൻ്റെ ഗ്രോത്ത് ഉണ്ടല്ലോ. ഇപ്പം ഇത്ര വ്യൂസ് ഒക്കെ കിട്ടുന്നില്ലേ, അത് നല്ല കാര്യമല്ലേ? എന്തുവാ ഇന്ന് നീ പാവയും കെട്ടിപ്പിടിച്ചോണ്ടിരിക്കുന്നത്? എന്തോ പ്രശ്നം? എന്തുവാ? അപ്പോൾ ചാനലിൻ്റെ ഫ്രണ്ട് ഇരിക്കണ്ടേ? അപ്പം കമൻറ്റ് റിപ്ലൈ കൊടുക്കണ്ടേ? ഇന്നത്തെ ദിവസം ഐശുവിനെ നോക്കിയോ? ആ, നോക്കിയല്ലേ. ഇന്നത്തെ ദിവസം എന്താ കഴിച്ചു? ഞാൻ ഇഡ്ഡലി കഴിച്ചു. ഓറഞ്ച് ആണോ? കഴിച്ചു. നീ ചോറ് കഴിച്ചോ? ഞാൻ കഴിച്ചു. എനിക്കന്നല്ലോ. എന്നിട്ട് എപ്പോഴും അവിടെ കൊണ്ട് വന്നിട്ട് എത്ര സ്നേഹമുള്ള പറയാ, ചോറ് കഴിക്കാൻ കഴിച്ചില്ലേ? എന്നെ വിളിച്ചില്ലല്ലോ. എന്നിട്ട് എപ്പോഴും അവിടെ നിന്ന് വാഴിത്തരുതല്ലേ. ഇനിയിപ്പോ അങ്ങനൊന്നുമില്ല. ഞാൻ ആലോചിച്ച നീ ചായ ആയിട്ടും വന്നില്ല, ചോറുമായിട്ടും വന്നില്ല. എന്തുവാ കാര്യം പറ. യൂട്യൂബിന്റെ ഒന്നല്ല, വേറെന്തോ പ്രശ്നമാണല്ലേ? എന്തുവാടി? ഒന്നുമില്ല. ശരി, തരും. എന്തോ പ്രശ്നം? എന്നാ ഒരു കാര്യം എടുത്തിട്ട് ഞാൻ ഇവിടെ ഇരിക്കാം, നീ അവിടെ പോയി വീഡിയോ ഒക്കെ നീ എഡിറ്റ് ചെയ്യും, ഞാൻ പഠിപ്പിച്ചു തരാം. അങ്ങനെ ചെയ്യാനല്ലല്ലോ പറഞ്ഞത്. പിന്നെ അങ്ങനെ ചെയ്യാനാണോ പറഞ്ഞത്? എന്തോ ഇതിന്റെ നോട്ടം ഭദ്രാളിക്ക് കൈകാലും വെച്ച് നടക്കുന്നുണ്ടല്ലോ. ഇല്ല, സിസ്റ്റർ തരും ചായ, നിങ്ങൾ അത് വെച്ച് മേടിച്ച് കുടിച്ചോ.
എന്നാ ഞാൻ ഒരു സിസ്റ്റം കൂടെ മേടിക്കാം. 2 സിസ്റ്റം ഇരിക്കട്ടെ. സിസ്റ്റം ചായ ഇടാൻ തുടങ്ങിയ അതേ സിസ്റ്റം ചായ ഇടുന്ന സിസ്റ്റം ശരി എനിക്ക് ഇപ്പൊ സമയം എത്രയായി? 5:45 ആയുള്ളൂ. ഞാൻ എത്ര മണിക്ക് എൻ്റെ ഫ്രണ്ട് ഇരിക്കാൻ തുടങ്ങിയത്? രാവിലെ 9 മണിക്ക്. അറിയാമോ അത്? അതിക്കൊക്കെ അറിയാവോ? 9 മണിക്കൊക്കെ കയറിയിരുന്നേന്ന് എൻ്റെ ഫ്രണ്ടിൽ. രാവിലെ ഞാൻ ഇഡ്ഡലി കൊണ്ട് തന്നത് കൊണ്ട് തിന്നു. ഇപ്പൊ എന്തുവാ ചോറ് കഴിച്ചാ? നീ ചോറുണ്ടോ? ഞാൻ കഴിക്കാം. ഞങ്ങള് കഴിച്ചത് തിരക്കായിരുന്നു. അതിപ്പോഴല്ലേ തിരക്കിയത്? സാധാരണ എങ്ങനാ എന്നും നീ ചോറിട്ടോണ്ട് തരും എനിക്ക്. എന്നിട്ട് നീ കഴിക്കും. അങ്ങനല്ലേ എപ്പോഴല്ലേ കഴിക്കും. നീ എനിക്ക് ചോറുണ്ടോന്നല്ല അപ്പൊ ഞാനല്ലേ ചോദിക്കേണ്ടത്. എനിക്ക് ചോറിട്ടോണ്ട് തരാൻ നീ ഒറ്റയ്ക്ക് പോയി ചോറ് കഴിച്ചെന്ന്. സാധാരണ അങ്ങനെയാണ്. ഇക്കാക്ക് ഞാൻ തരുമ്പം ഇക്കാക്ക് ഞാൻ തരുമ്പോഴല്ലേ ഞാനും കഴിക്കുന്നത്. ഞാൻ ഇന്നൊരു വക കഴിച്ചിട്ടില്ല. അതറിയാവോ? ഓ മൈ ഗോഡ്, വയറ് നോക്കട്ടെ നോക്കട്ടെ വല്ല കഴിച്ചോ? വയറ് നിറഞ്ഞ് പെരുവിരിക്കുവാന്നല്ലേ? ഗ്യാസ് ആണോ? താഴെ ഗ്യാസ് തീർന്നിരിക്കുവാന്ന് പറയുന്നു. തീരാറായിരുന്നു അടുക്കളയിൽ. കുറച്ച് തരാൻ പറ്റുമോ? ഒന്നും കഴിച്ചില്ലെന്ന് പറയുകയും ചെയ്യുന്നു. വയറൊക്കെ വന്നതാ നെഞ്ചത്തൊന്നിരിക്കുന്നല്ലേ? ഒന്ന് വയറ് നിറച്ച് കഴിച്ചത് കാണിക്കാതിരിക്കാൻ വേണ്ടി തോന്നുന്നു ഈ പാവം കെട്ടി പിടിച്ചോണ്ടിരിക്കുന്നു. വയറൊക്കെ ഇരിക്കുന്നത് ഇച്ചിരി ഓറഞ്ച് ദാഹിക്കുന്നു. പട്ടിണി കിടക്കണം. എനിക്ക് വിശക്കുന്നു, എനിക്ക് വിശക്കുന്നു. ഞാൻ ഇവിടെ കിടന്ന് മയ്യത്തായി പോകും. കുഴപ്പമില്ല, ഞാനിപ്പോ പറഞ്ഞുകൊണ്ടല്ലേ ഇങ്ങോട്ട് വന്നത്. അല്ലെങ്കിൽ ഈ സമയത്തെങ്കിലും വരുമായിരുന്നു. ഇച്ചിരി താടി ദാഹിക്കുന്നറി അല്ലെ? ഇച്ചിരി വെള്ളം എടുത്തുണ്ടോ? ഓറഞ്ച് ജ്യൂസ് അടിക്കാം. ഓറഞ്ച്. ഓ എന്റെ പൊന്നു, പണിയാന്നായിരുന്നു. കൊള്ളത്തില്ല. വാ, നീ എന്താ റൂമിൽ കയറി അങ്ങോട്ടോ? വാ. വാടി അവിടെ മതി അല്ലേ? കമന്റ് റിപ്ലൈ കൊടുക്ക്. എന്നാ ഞാൻ കൊടുക്കാം, നീ അവിടെ വന്നിരി. എന്നാ ഞാൻ പോകും. ചായ ഉണ്ടോ? ചായ ഉണ്ടോ? ചായ ഉണ്ടോ? ചായ 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 കാപ്പി കാപ്പി. ചായ തരുന്നില്ല, ചോറും തരുന്നില്ല അല്ലേ? എനിക്ക് വേണ്ട പുളിച്ച. നീ എന്നെ കഴിച്ചു. എന്തൊരു സ്നേഹം. പുളിച്ച ഓറഞ്ചെടുത്ത് എനിക്ക് തരുന്നു. വാ. ഹലോ മാഡം. ചായ ഇച്ചിരി ചായ ഇട്ടു. ചായ ഇല്ലേ? എന്നാ ഇച്ചിരി ചോറ്. ഇപ്പൊ എന്താ പ്രശ്നം? എന്താ അത് പറ. അതെപ്പോ തൊട്ട്? രാവിലെ മൈൻഡ് ചെയ്തത് നിന്നെയും കൊച്ചിനെ അല്ലായിരുന്നു? വേറെ പെണ്ണും കൊച്ചൊന്നും എനിക്കില്ലല്ലേ? ഞാൻ ഇന്ന് രാവിലെ വരെ ഞാൻ ഒരു പെണ്ണിനെയും കൊച്ചിനെ മൈൻഡ് ചെയ്തായിരുന്നു. അത് നിങ്ങളാണോ? അതിന് വേറെ വല്ലതായിരുന്നു? എൻ്റെ അറിവിൽ ഒന്നേ ഉള്ളു. അതൊന്നുമല്ല, വേറെ എന്തോ പ്രശ്നം. എന്തോ പറ. ഇക്കാടുക്കായോ? പറ, എന്തുവാ? ആ പോരട്ട്. നിന്റെ ഉള്ളിൽ ഇരിക്കുന്നത് പുറത്തോട്ട് വരട്ട്. ഹെൽത്ത് പോലും ശ്രദ്ധിക്കുന്നില്ല. അതിന്റെ ഫ്രണ്ടിക്ക് ആര് പറഞ്ഞു? ഞാൻ ജിമ്മിന് പോകുന്നുണ്ടല്ലോ. എത്ര ദിവസമായി? ഒരു 3 ദിവസമായി മുടങ്ങിയിട്ട്. ഇന്ന് സൺഡേ ഇല്ല, ഇന്ന് പോകാൻ പറ്റത്തില്ലല്ലോ. വാട്ട് ആർ യു ഡൂയിങ്? നീ ഇങ്ങനെ ഭദ്രാളി നോക്കുന്നവർക്ക് നോക്കല്ലേ? എനിക്ക് ചിരി വരും നിന്റെ നോട്ടം കണ്ടിട്ട്. പതിവില്ലാത്ത നമുക്ക് കണ്ണൊക്കെ നീട്ടി എഴുതി വെച്ചേക്കുന്നു. എന്ത് പറ്റി? ഇപ്പൊ എന്തുവാ? ഇപ്പൊ ചാനൽ നോക്കണ്ടേ? നോക്കണം, അതിനൊരു സമയമുണ്ട്. ആ സമയം കഴിയുമ്പോഴത്തേക്കും ഞങ്ങളടുത്ത് വരണം. സമയം കഴിഞ്ഞില്ലടി, കഴിയുമ്പോ പോരെ.
രാവിലെ കയറിയതല്ലേ രാവിലെ കയറിയതാ. നീ പോയി ചായ ഇട്ടുണ്ടോ? ചായ ഇട്ടോന്നേ. കണ്ടോ, പറഞ്ഞതിൽ എന്തേലും ഒരു ആത്മാർത്ഥത ഉണ്ടോ നോക്കിയേ. ഇവിടെ ഇരുന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടങ്ങ് പോയി. അനക്കാട്ടി ഇവിടെ വന്നിരുന്ന് പറയണ്ടായിരുന്നു. ഇപ്പൊ യൂട്യൂബിന്റെ ഒന്നുമല്ല, വേറെ ഏതാണ്ട് പ്രശ്നമാണല്ലേ? എന്തോ പ്രശ്നം? ഞാൻ ആലോചിച്ചിട്ടൊന്നും കിട്ടുന്നില്ലല്ലേ. സാനിറ്റൈസർ അടിച്ചു തരാം, ശുദ്ധജീവികളൊക്കെ പൊളിപ്പൊട്ടും. വീഡിയോ ഉണ്ട് ഇങ്ങനെയാണെങ്കിൽ ചെയ്യും. അതെന്തോ ചാനൽ വേണ്ടേ അന്നേരം? ഞങ്ങളെ മൈൻഡ് ചെയ്തില്ലെങ്കിൽ വേണ്ട. നീ അങ്ങോട്ട് വരാൻ എന്താ? ഞാൻ അതിന്റെ മുമ്പിൽ പോയിരുന്ന സമയം പോകുന്ന അറിയത്തില്ല. നീ വാ, അവിടെ വന്നിടി. അങ്ങോട്ട് വാടി. എന്നാ ഞാൻ കമ്പ്യൂട്ടർ എടുത്ത് ഇവിടെ കൊണ്ടുപോകാം. തമാശ പറയല്ലേ. കാര്യമായിട്ട് ഇറങ്ങിയ ഞാൻ സിസ്റ്റം എടുത്ത് റൂമിൽ വെക്കാം. ഞാൻ എന്നിട്ട് ഇവിടെ ഇരിക്കാം. അപ്പൊ പിന്നെ പ്രശ്നമല്ലല്ലോ. അതിന്റെ ഫ്രണ്ടിൽ തന്നെ ഇല്ല. ഞാൻ നിന്റെ ഫ്രണ്ടിൽ നിന്ന് എഡിറ്റ് ചെയ്യാം. ഒരു മൗസും ഒരു കീബോർഡും കിട്ടിയായിരുന്നു ഞാൻ ഇവിടെ അങ്ങ് ഇരിക്കുകയായിരുന്നു സിസ്റ്റത്തിന്റെ ഫ്രണ്ടിൽ. നീ വാ, നീ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ വരിക. ഈ നടന്ന് നേരെ നടന്നിട്ട് ഞാൻ കൊല്ലം ജംഗ്ഷനിൽ എത്തി. ഇല്ല, ഇവിടെ വന്നിരിക്കും, വീണ്ടും അവിടെ പോയിരിക്കും, ഇവിടെ വന്ന് വീണ്ടും അവിടെ പോയിരിക്കും. വിഷമമുണ്ടെന്ന് തോന്നേട്ടോ ഞാൻ ഇങ്ങനെ ബിഹേവ് ചെയ്യുന്നു. ഓക്കെ, സിസ്റ്റം ഞാൻ ഇങ്ങോട്ട് മാറ്റി. ഈ സിസ്റ്റത്തിന് ഫ്രണ്ടിൽ ഇരിക്കുക. സിസ്റ്റം അങ്ങോട്ടല്ല, ഇങ്ങോട്ട്. സിസ്റ്റം ഒന്ന് അങ്ങോട്ട് തിരിച്ചു വെച്ചേക്കുന്നു, സിസ്റ്റം കുറച്ച് ഇങ്ങോട്ട് തിരിച്ചു വയ്ക്കും. തലേന്ന് മസാജ് ചെയ്തത്. എന്തുവാടി ഒരു പൊഴിഞ്ഞ നോട്ടം നോക്കുന്നത്? എന്നൊരു കാര്യം ചെയ്യപ്പെട്ടിരുന്ന് ഞാൻ ഫോണിൽ നിന്ന് റിപ്ലൈ കൊടുത്തോളാം. ഇപ്പം എഡിറ്റ് ചെയ്യുന്ന ആര്? എന്തോ അത് മുറുക്കി പിഴിയുന്നത്? ആ മൊബൈലിന്റെ കവറിനോട് ഇത്ര വൈരാഗി. നീ ഇങ്ങനെ ചൂടായിട്ടിരിക്കുന്നുണ്ടായിരിക്കും, എ സി ഇട്ടിട്ട് തണുപ്പൊന്നും വരുന്നില്ല. എത്ര മനോഹരമായ കണ്ണുകൾ, ചത്ത മത്തിക്കണ്ണുകളുണ്ട്. ശരി, ചത്ത മത്തങ്ങയല്ല, മത്തിക്കണ്ണ്. പുളി നല്ലയാ, ചൂട് മാറും. ഇനി എന്തോ പ്രശ്നം? സിസ്റ്റം ഞാൻ ഓഫ് ചെയ്തല്ലേ, ഇപ്പൊ ഇവിടെ വന്നിരിക്കുമല്ലേ. വേറെന്തോ പ്രശ്നമാണ്, ഞാൻ പറഞ്ഞില്ലേ, യൂട്യൂബിന്റെ സിസ്റ്റത്തിന്റെ ഒന്നും അല്ല, വേറെന്തോ പ്രശ്നമാണ്. അത് മാത്രമല്ല, വേറെ ഉണ്ട് കാര്യം. ആ ചോദിച്ച എന്തുവാ? എന്തുവാ എന്തുവാ? നിന്റെ ഉള്ളിൽ നിന്ന് വരട്ടറി, ഉള്ളിൽ നിന്ന് പുറത്ത് ചാടട്ട്. പറ, നിന്റെ ഉള്ളിൽ നിന്ന് തൊലിച്ച് കാണില്ലേ. നിന്റെ ഉള്ളൊന്ന് തുറന്ന് കാണിക്കാനാ ഞാൻ പറഞ്ഞത്. എന്തുവാ പറ, ആവശ്യമില്ല ടെൻഷൻ എടുപ്പിക്കാതെ കാര്യം റെഡി. നീ പറയണ്ട. ഐശ്വര്യം എടുക്കാൻ പോകുന്നു. ഇത്തിരി സുഖം. എന്റെ പറ്റിച്ച് ഇത് കരയിപ്പിച്ച സാധനമല്ലേ. യശുവിനെ സംഗീതിച്ചു കൊണ്ടുപോയി, അപ്പുറത്തിരിക്കുന്നു. ശ്വാസം മുട്ടുണ്ടോ? വലിവാ, വലിവ്. എന്തിന്റെ വലിവ്? പിക്കപ്പിന്റെ വലിവ്. ശരി, നീ വേണ്ട, ഞാൻ പോകും.
എന്താ ആമ തലയിട്ട് നോക്കുന്ന നമുക്ക് നോക്കുന്ന നീ അല്ലേ ആമ തലയിട്ടാണ് തോന്നുന്നത്. വാ അവിടെ വരി, എഡിറ്റ് ചെയ്ത് കാണണ്ടേ, നോക്ക് എങ്ങനെ ഉണ്ടെന്നോ. വേണ്ട. എന്തുവാ പറഞ്ഞില്ലല്ലോ നീ പ്രശ്നം. ഞാനൊന്ന് നോക്കിട്ട് വരാട്ടോ. വേണോ വേണോ? പാടുണ്ടോ ഞാൻ കഴിച്ചു. നല്ല ചോക്ലേറ്റാ, വേണോ? ഓ എന്റെ കവള് പിടിക്കും. നീ കൊതി വിട്ടേ. ഇറച്ചി തിന്നു. അങ്ങനുണ്ടോ? എന്തോ കവള് കടിച്ച് ഇറച്ചി തിന്നാൻ പറ്റുമോ? എൻ്റെ ഇറച്ചി തന്നെ ഇപ്പം ഞാൻ കടിച്ചത്. അപ്പം ഞാൻ അങ്ങോട്ടിരിക്കാം. ഒന്ന് അടങ്ങിയിരിക്കുവക്കാ. എന്നാ ശരി, ഞാൻ പോകും. നമ്മളാരും ശല്യം ചെയ്യാൻ വരുന്നില്ലേ? പോയിട്ട് ഇങ്ങോട്ട് തന്നെ വരണം കേട്ടോ. ഞാനേ കട്ടയ്ക്ക് നല്ല രീതിയിൽ ഒന്ന് ചൂടാൻ പോവാം, അല്ലെ ശരിയാവത്തില്ല. അതായത് ഒക്കെ ഇങ്ങനെ തടുത്തെടുത്തിട്ട് ഞാനും ഇങ്ങനെ സംസാരിച്ചു കൊടുക്കും. അപ്പം ഈ കട്ടയ്ക്ക് നിൽക്കാൻ ചൂടായിട്ട് നോക്കാം. അപ്പം നോക്കാം റിയാക്ഷൻ എന്തോ നമുക്ക് നോക്കാം. വീണ്ടും ഞാൻ ഓരോ സിസ്റ്റത്തിന്റെ ഫ്രണ്ടിലോട്ട് ഫോൺ ബെല്ലടിക്കുന്നു. തമാശയാണോ? എന്തുവാന്ന് പറ. നീ എന്തുവാന്ന് പറഞ്ഞില്ലല്ലേ? ഇക്ക ഒന്ന് അടങ്ങിയിരിക്കുവൊക്കെ, എനിക്ക് ഇത്തിരി സമാധാനം തരുവൊക്കാ. ഞാൻ എന്ത് ചെയ്തു? ഞാൻ ഒന്നും ചെയ്തില്ലല്ലോ എന്റെ അറിവില്. ഒന്നും ചെയ്യത്തില്ല, ചുമ്മാ അങ്ങ് ശല്യം ചെയ്യാൻ വേണ്ടി. ഇപ്പൊ എന്തോ പ്രശ്നം? എന്തുവാ? ഞാൻ വിചാരിച്ചു തമാശക്ക് കാണിക്കുമെന്ന് വിചാരിച്ചു. എന്തോ പ്രശ്നം? പ്രശ്നം ഇക്കാക്ക് അറിയത്തില്ലയോ? എനിക്കറിയത്തില്ല, അതല്ലേ ചോദിച്ചേ. എനിക്കറിയാമെങ്കിൽ ഞാൻ ഇങ്ങനെ ചോദിക്കും. എന്തുവാ? റിമോട്ടൊക്കെ അവിടെ പോയി. നീ കാര്യം പറ. എന്തുവാന്ന് പറഞ്ഞില്ലല്ലേ? എന്തുവാടി? ഡയറി വിളിക്കണോ? വേണ്ട, ഒന്ന് പോയി തരൂ, ഒത്തിരി സമാധാനം തരൂ എനിക്ക്. അതെന്തുവാ? ചുമ്മാ അങ്ങ്. ഞാൻ എന്തോ ചെയ്ത്? അറിയത്തില്ല എന്തോ ചെയ്തെന്ന്? എനിക്കറിയാത്തോണ്ടല്ലേ ഞാൻ ചോദിച്ചത്. എനിക്ക് അറിഞ്ഞൂടാ. എന്തുവാ പ്രശ്നം? എന്തുവാ? നീ ആദ്യം പറഞ്ഞ് സിസ്റ്റത്തിന്റെ ഫ്രണ്ട് ഇരിക്കുന്നുണ്ടാന്ന്. പോയി ഇരിക്കും. സിസ്റ്റർ അല്ലേ വലുത്? സിസ്റ്റർ വെച്ചിട്ട് വലുതാ, ചെറുത് കടിക്കണം. വലിച്ച തമാശകൾ പറയരുത് കേട്ടോ. സിസ്റ്റം വലുതാന്ന് പറഞ്ഞു. സിസ്റ്റം വലുതാ, വലിയ ഡിസ്പ്ലേ ആയിരിക്കുന്നു. ഇച്ചിരിയുടെ വലുതെടുത്താൽ കൊള്ളാമെന്നുണ്ടായിരുന്നു. എന്നാ നീ കാര്യം പറ. എന്തുവാന്ന് നീ കാര്യം പറയുന്നല്ലോ? വെറുതെ ആയിട്ട് ഇറിറ്റേറ്റ് ചെയ്യുന്നത്, വെറുതെ ദേഷ്യപ്പെടുന്നത് എന്തിനാ? ഇക്കാക്ക് കാര്യം അറിയത്തില്ല? ഇക്കാക്കല്ലേ എന്തോ അറിയാവുന്നേ? ഇക്കാക്ക് ഒന്നും അറിയത്തില്ല. എന്നിട്ട് ചുമ്മാ വന്ന് നമ്മളടുത്ത് ഇങ്ങനെ ഇവിടെ മർമ്മ ചെയ്തോണ്ടിരിക്കും, മർമ്മറിങ് ചെയ്തോണ്ട്. ഒന്നും അറിയത്തില്ല, പക്ഷെ ഒരു മോളുണ്ട്. നീ കാര്യം പറയടി. ചുമ്മാ നീ എന്ത് ദേഷ്യപ്പെടുന്നു, ഇടയ്ക്കിരുന്ന് ചിരിക്കുന്നു. ക്രാക്ക് എങ്ങനെ ആയാ നിനക്ക്? ക്രാക്കൊല്ലം പിടിച്ചാ? മിണ്ടാതിരി നമ്പൂതിരി, മിണ്ടാതിരി. ക്യാ ബോൽത്തി തും സുന. ഞാൻ പോവേ, പിന്നെ പറയല്ലേ പോയെന്ന്. വ്യൂസ് എത്രയാ നോക്ക്. ഞാൻ നോക്കിക്കോളാം.
നോക്ക് 6 മണി ആരെങ്കിലും കയറിയോ നോക്ക്. യൂട്യൂബ് ഇട്. എന്തുവാടി എന്നെ ചുമ്മാ എന്തിനാ ഇറിറ്റേറ്റ് ചെയ്യുന്നേ ചുമ്മാ? ഞാൻ മൈൻഡ് ചെയ്യുന്നില്ലെന്നും പറഞ്ഞില്ലേ തുടങ്ങി. ഞാൻ മൈൻഡ് ചെയ്യുന്നുണ്ടല്ലോ, പിന്നെന്തോ പ്രശ്നം? നല്ലോണം ഒന്ന് മൈൻഡ് ചെയ്തിൻ്റെ താഴെ ഒരു ബഹളം കേൾക്കുന്നത്. ഐഷ് താഴെ കിടന്ന് കരയും അല്ല വിളിക്കുന്നു. നിനക്ക് ഗ്യാസിൻ്റെ പ്രശ്നമുണ്ടോ? പെരി പിരിക്കുന്നു. വലിയ തമാശ അടിക്കണ്ട, വലിയ തമാശ അടിക്കണ്ട. എന്നാ ഞാൻ പോന്നു. ഒന്ന് അടങ്ങിയിരിക്ക. ശരി അപ്പൊ ശരി, അങ്ങനെയാണല്ലോ. അപ്പൊ ശരി, ഞാൻ പോകുന്നു. ഇനി വരത്തില്ല കേട്ടാ, ഇനി വരത്തില്ലെന്ന്. ശരി. ഹലോ മിസ്റ്റർ പെരേര, അവിടെ വിടും. എന്നാ നീ കാര്യം പറ. നീ കാര്യം പറഞ്ഞില്ലല്ലോ. എന്തുവാ അടങ്ങിയിരിക്ക. എന്തുവാ കാണിക്കുന്ന? എന്തുവാടി നീ കാര്യം പറഞ്ഞത്? അറിയാലോ കാര്യം, പിന്നെ എന്റെ വായിന്ന് തന്നെ കേക്കണേക്കാക്ക. എനിക്ക് അറിഞ്ഞുകൂടെന്നല്ലേ പറഞ്ഞേ. എന്റെ അറിവില് പ്രശ്നമൊന്നും ഇല്ലായിരുന്നല്ലോ ഇന്ന്. ഒന്നുമില്ലല്ലേ. ഒരു 4 മണി വരെ കുഴപ്പമൊന്നുമില്ലായിരുന്നു. 5 മണിയായപ്പോ നിനക്ക് വാത കയറിയ. ഇറങ്ങിപ്പോ ഷെയ്ത്താനെ. അടുക്കരുത് ഷെയ്ത്താനാ. അപ്പൊ കാര്യമായിട്ട് എന്തോ പ്രശ്നമുണ്ട്. എന്റെ അടുത്തൊന്ന് പോയി, ദേഷ്യം വരുന്നു. എന്റെ അടുത്തൊന്ന് പോ. എന്തോ അതെപ്പോ തൊട്ട് അങ്ങനൊക്കെ? പക്ഷെ അങ്ങോട്ട് നീങ്ങിയിരിക്കും. സ്ഥലമില്ല എനിക്കിരിക്കും. സ്ഥലമുണ്ട് അവിടെ. ഡിക്കി ഇച്ചിരി അങ്ങോട്ട് നീക്കേ. വാ ഇനി അവിടെ വന്നിട്ട് വിട്ടേക്കാം. ഇല്ല വേണ്ട. അപ്പൊ അനക്ക് ഞമ്മളെ പറ്റൂല. കൂടുതൽ ഓവർ ആവാൻ നിക്കരുത് കേട്ടോ. കൊറേ നേരമായിട്ട് സഹിക്കുന്നു. തമാശ തമാശ തമാശ. ഒരുപാട് നേരമായിട്ട് ചിരന്നല്ല, ഒത്തിരി ഓവറായിക്കാം. ശരി, കാര്യമില്ലതല്ലേ ഇപ്പൊ ദേഷ്യപ്പെടും. കൊറേ നേരമായിട്ട് ഞാൻ ഇക്കാനായിട്ട് വിഷമിപ്പിച്ചോണ്ടിരിക്കുക. എനിക്ക് തന്നെ വിഷമം തോന്നുന്നു. പാവം അവസാനം സോപ്പിടാനുള്ള മാക്സിമം സോപ്പിട്ടിട്ട് എന്താന്ന് കാര്യം മനസ്സിലാവുന്നില്ല പുള്ളിക്കാരന്. അപ്പോൾ ഇക്ക അവിടെ പോയി വിഷമിച്ചിരിക്കുക. ഭയങ്കര വിഷമമായെന്ന് തോന്നുന്നു. അത്രത്തോളം ഇക്കാരനെ നിർത്തിയിട്ട് ചെയ്തു, അങ്ങനെയൊക്കെ ചെയ്തു. അപ്പോൾ നമുക്ക് ഇക്കാരനെ വിളിച്ചിട്ട് വരാം കേട്ടോ. പാവം വിഷമിച്ചിരിക്കുക. ഞാൻ കാര്യം പറയാൻ മതി. ഇക്ക അവിടെ ഇരിപ്പുണ്ട്, നമുക്ക് അങ്ങോട്ട് പോകാം. ഒരു ഫോട്ടോ എടുത്തോട്ടെ? ഒരു ഫോട്ടോ എടുത്തോട്ടെ. ഇതൊരു പ്രാങ്ക് വീഡിയോ ആയിരുന്നു. നല്ല വിഷമായി കേട്ടോ. ഔട്ട്രോ പറ. ഞാൻ ചുമ്മാ കാണിച്ചു. നീ കാര്യം പറഞ്ഞില്ലല്ലോ. എന്താണ് പ്രാങ്ക് ആയിരുന്നു. ടോയ്സിന്റെ ഇടയിൽ ഞാൻ ക്യാമറ വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ കണ്ടിട്ടുണ്ടോ? എങ്ങനെ കാണാം? ഞാൻ ഒളിപ്പിച്ച് വെച്ചല്ലേ. ഒന്ന് ചിരിച്ചേ, ഒന്ന് ചിരിച്ചേ, ഒന്ന് ചിരിച്ചേ. ചിരിക്ക്.
ഭയങ്കര കട്ട കലിപ്പിലാണ് ആള്. എത്ര ഇതാക്കിയിട്ടും ടിക്കിൾ ചലഞ്ച് ടിക്കിൾ ചലഞ്ച്. എങ്ങനെയുണ്ടായിരുന്നു പ്രാങ്ക്? എങ്ങനെയുണ്ടായിരുന്നു പ്രാങ്ക്? ഈ പ്രാങ്ക് ഇട്ട് പണിയിട്ടിരിക്കുന്ന എന്താ പറയുക, എന്നെ വെള്ളം അടിച്ചതൊക്കെ കാണിക്കുമല്ലേ? ഇതാരും സപ്പോർട്ട് ചെയ്യരുത് ഗൈസ്, വെറുതെ ആവശ്യമില്ലാതെ വിഷമിപ്പിച്ച് ഇതാരും സപ്പോർട്ട് ചെയ്യരുത്. അപ്പൊ എന്നെ വിഷമിപ്പിച്ചതിന് ഒരു ഇതുമില്ല. ഞാൻ അവിടെ നിന്ന് കരഞ്ഞ് നിലവിളിച്ച്. ഞാൻ തന്നെ വിചാരിച്ചത് എന്താ പ്രശ്നം, ഒരു പ്രശ്നവും ഇല്ലാതിരുന്നതാണ്. പെട്ടെന്ന് ഇങ്ങനെ ഒന്ന് പ്രാങ്ക് ആണെന്ന് ഒട്ടും വിചാരിച്ചില്ല. ഞാൻ മേടിച്ച ക്യാമറ എനിക്ക് തന്നെ പണി കിട്ടി. ഇല്ല, ഭയങ്കര സന്തോഷമായിരുന്നു. എനിക്ക് വിഷമമായി, ഇക്കൊക്കെ വിഷമമായി. ഞാനൊരു കട്ടപ്പണി കൊടുത്തപ്പോൾ, കട്ടപ്പണിയല്ല കാരണം അവോയ്ഡ് ചെയ്യുന്ന കണക്ക് അല്ലെങ്കിൽ ഇറിറ്റേറ്റ് ചെയ്യുന്ന കണക്ക് കാണിച്ചപ്പോൾ അപ്പം എനിക്ക് വിഷമമായി, ഇക്കൊക്കെ വിഷമമായി. എന്തെങ്കിലും ഒന്ന് പറ, അവർക്ക് വിഷമാവണം. ഓക്കെ, അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നമുക്ക് മറ്റൊരു എപ്പിസോഡിൽ മറ്റൊരു വീഡിയോയുമായി കാണാം. അതുവരെ ബൈ.